Good morning, friends. Today we are discussing about the topic functions of management. These are the functions of management. 6 functions. First one, planning. Second one, organizing. Third one, staffing. Then directing. ഡയറക്റ്റിങ്ങിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഫിഫ്ത്ത് വൺ കൺട്രോളിങ്. സിക്സ്ത് വൺ ഡിസിഷൻ മേക്കിംഗ്. നിങ്ങൾ ഈ പോയിൻറ്റ്സുകൾ, ഈ 6 പോയിൻറ്റുകൾ ഇതുപോലെ തന്നെ പഠിക്കണം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇത് ഓർത്തിരിക്കണം. ഇത് ഡിസ്ക്രിപ്റ്റീവായിട്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കോഡ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്ങിന് ഇത്രയുണ്ട്, DI ഉണ്ട്, ആൻഡ് കൺട്രോളിങ് CON ഉണ്ട്, ദെൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പം പോസ്റ്റ് ഡിക്കോൺ D, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് ഉപയോഗിക്കാം. ഞാനിത് കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കുക. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഈ ഓർഡറിൽ പഠിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഇൻ അഡ്വാൻസ്. ആണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനിലെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ്, ലാസ്റ്റ് ഫങ്ഷനാണ് നമ്മൾ പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഈ പ്ലാനിങ്ങിനെ, ഫസ്റ്റ് ഫങ്ഷനായ പ്ലാനിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ഡിസിഷൻ ഇൻ അഡ്വാൻസ്. മുന്നേ എടുക്കുന്ന ഡിസിഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് തിങ്കിങ്, നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ എൻ്റർപ്രണർഷിപ്പിലൂടെ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ പുതിയൊരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പം നമ്മളെന്തായിട്ട് നന്നായിട്ട് ചിന്തിക്കണം. തിങ്കിങ് ബിഫോർ ഡൂയിങ്, ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ചിന്തിക്കണം. അത് എന്തൊക്കെ ആ ചിന്തയിൽ വരണം എന്നുള്ളതാണ്. അതാണ് പ്ലാനിങ്ങിൽ വരുന്ന എലമെൻറ്റ്സ്. വാട്ട് ടു ഡു, എന്ത് ചെയ്യും. വെൻ ടു ഡു, എപ്പോൾ ചെയ്യും. ഹൗ ടു ഡു, എങ്ങനെ ചെയ്യും. ഹൂ വിൽ ഡു, ഒരു പെർട്ടിക്കുലർ ജോബിനെ കുറിച്ച്, അത് എന്തും ആവട്ടെ, പെർട്ടിക്കുലർ ആര് ചെയ്യും. ഇത്രയും ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കണം നമ്മളെ പ്ലാനിങ്. ഓക്കെ, എന്നാൽ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഇതിനെയാണ് പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ് അതിലെ സ്റ്റെപ്സുകളാണ്. എന്തൊക്കെയാണ് പ്ലാനിങ്ങിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് 7 പോയിൻറ്റ്സുകളുണ്ട്. അതിലെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംരംഭം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കളക്റ്റിംഗ് ഇൻഫർമേഷൻ, അവരുടെ അടുത്തുനിന്ന് നമ്മൾ അവരുടെ മാർക്കറ്റ് റേറ്റ്, അങ്ങനെ എന്തെല്ലാം നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമോ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുക. പിന്നെ ലേയിങ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ്, നമുക്കൊരു എയിം ഉണ്ടാവും. നമ്മളെ ബിസിനസ് ആവട്ടെ, ഒരു ഇൻഡസ്ട്രി, ഒരു സ്ഥാപനം തുടങ്ങണം, എല്ലാത്തിനും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എല്ലായിടത്തും വരും. നമ്മളെ വീട് മുതൽ അങ്ങോട്ട് നിങ്ങളൊരു ഇൻഡസ്ട്രി ലെവലിലേക്ക് വലിയൊരു ബിസിനസ്സുകാരനെ വരെ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എയിം, അതാണ് ഒബ്ജക്റ്റീവ്, അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഡെവലപ്പിംഗ് പ്രിമൈസസ്, അതിനുള്ള എന്തെങ്കിലും അതിൻ്റെ ചുറ്റുപാടുകൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ പ്രിമൈസ് ശരിക്കും അത് നിർമ്മിക്കണം. പ്ലാനിങ്ങിൽ വരുന്നൊരു സ്റ്റെപ്പാണ്. പിന്നെ 4ാമത്തെ പോയിൻ്റ് എക്സാമിങ് ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുക എന്ന് നമ്മൾ ഉദ്ദേശിച്ച ഈ സംരംഭത്തിന് ബദലായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ അപ്പുറത്ത് തുടങ്ങിക്കൂടെ എന്നുള്ള അതുകൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ എക്സാമിങ് ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, അത് ചെയ്താൽ അതാണോ ലാഭം, ഇതാണോ ബെനിഫിറ്റ്, അല്ലെങ്കിൽ പബ്ലിക്കിന് ഏതാണ് ബെറ്റർ. നമ്മളൊരു എയിം ഉണ്ടാവും, നമുക്കൊരു വിഷനും മിഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന നമ്മളെ മേഖല ഇതാണ്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. പിന്നെ ഇവാലുവേഷൻ ഓഫ് വർക്കിംഗ്, നമ്മളെ
വർക്കിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യണം. അത് പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മളെ പ്ലാനിങ് ശരിയാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഇവാലുവേഷൻ ചെയ്താൽ മാത്രമാണ്, നമ്മളെ പ്ലാനിങ് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമാണ് അതിൽ ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. ആ ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ റിവ്യൂ ചെയ്യണം. റിവ്യൂയിങ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സിസ്റ്റം. നമ്മളെ ഈ സിസ്റ്റത്തിന് ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണണം. ആ ലിമിറ്റേഷൻസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തിരുത്തി കൊണ്ടുപോകണം. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. കാരണം നമ്മൾ ടാർഗറ്റിലേക്ക്, നമ്മളെ എയിം ഒബ്ജക്റ്റീവിലേക്ക് അല്ലെങ്കിൽ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ പോരാ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് ഫോർ അച്ചീവിങ് ദ ടാർഗറ്റ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഫങ്ഷനിൽ വരുന്ന രണ്ടാമത്താണ് ഓർഗനൈസിങ്. നമുക്ക് പ്ലാനിങ് കഴിഞ്ഞിട്ട് അത് ഓർഗനൈസ് ചെയ്യണം. ஆனால் കറക്റ്റ് ഓർഗനൈസ് ചെയ്യുക, സ്ട്രക്ചർ വൈസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് മാനറിൽ അത് ഓർഗനൈസ് ചെയ്യണം. ആരൊക്കെ ഓർഗനൈസ് ചെയ്യണം? ഇറ്റ് മീൻസ് ഓർഗനൈസിങ് ദ പീപ്പിൾ, ഇറ്റ് മീൻസ് ഓർഗനൈസിങ് ദ പീപ്പിൾ, മെറ്റീരിയൽസ്, ടൈം, ജോബ് എക്സെട്ര. ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്യണം. And establishing a framework in responsibilities are defined and authorities are laid down. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഫങ്ഷൻ ഓഫ് ഓർഗനൈസിങ് ഈസ് ടു അറേഞ്ച്, കോർഡിനേറ്റ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് men, materials, machines and money in order to achieve the target. മെൻ, നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങിൽ പറഞ്ഞിരുന്നു 5M, മെൻ, മെറ്റീരിയൽസ്, മെഷീൻ, മണി. അതിൽ വരുന്ന ആ 4 ഇൻപുട്ടുകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെല്ലാം അറേഞ്ച് ചെയ്യണം. കാരണം മെന്നിനെ അറേഞ്ച് ചെയ്യണം, മെറ്റീരിയലിനെ അറേഞ്ച് ചെയ്യണം, മെഷീൻസിനെ അറേഞ്ച് ചെയ്യണം, മണിയെ അറേഞ്ച് ചെയ്യണം. അതുപോലെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യണം. മെൻ, മെറ്റീരിയൽ, മെഷീൻസ് ആൻഡ് മണി, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇത്രയും ആക്ടിവിറ്റീസ് ഓരോന്നിനും ചെയ്യണം. ഇതാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഓർഗനൈസിങ്. ഇനി ഓർഗനൈസിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വർക്ക് ടു ബി പെർഫോംഡ്. എന്തൊക്കെയാണ് വർക്ക് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളെ ഓർഗനൈസേഷൻ, നമ്മളെ സംരംഭത്തിൽ എന്തൊക്കെ വർക്കാണ് വരാൻ പോകുന്നത്, അത് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ വർക്കുകളെ മൊത്തമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക, അല്ലെങ്കിൽ ഓരോ ഏരിയ ആക്കുക, അല്ലെങ്കിൽ എന്താണോ ഓരോ വിങ്ങുകളാക്കുക. ഇപ്പം നമ്മളെ കോളേജ് എടുക്കുകയാണെങ്കിൽ ആ കോളേജിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കുക. ஆனால் ഇത്രയും 5 സ്ട്രീമാണെന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. അപ്പോൾ അതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് 5 പേർക്ക് അതിന് കറക്റ്റായിട്ടുള്ള വർക്ക് കൊടുക്കാനും അതിലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ അത് ഡിവൈഡ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, ടു അസൈൻ ദ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ വർക്ക് ടു ഇൻഡിവിജ്വൽസ്. ஆனால் ഒരു ഗ്രൂപ്പിന് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഓരോ ഇൻഡിവിജ്വൽസിനും ആയിട്ട് കൊടുക്കണം. ആ വർക്കിൻ്റെ അതോറിറ്റി, അതിനുള്ള അധികാരം അയാൾക്ക് കൊടുക്കണം. നാലാമത്തെ പോയിന്റ്, ടു ഡെലിഗേറ്റ് അതോറിറ്റി ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി അറ്റ് വേരിയസ് ലെവൽസ്. ഒരാൾക്ക് നമ്മൾ അതോറിറ്റി ഫിക്സ് ചെയ്യണം. കാരണം അയാൾക്ക് അതിന് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഒരു HOD കാണും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിലെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ മുഴുവൻ ഇതും ആ അതോറിറ്റിക്ക് ആ അതോറിറ്റി അവിടുന്ന് അതുപോലെ റെസ്പോൺസിബിലിറ്റിയും അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ലൈൻ ഓർഗനൈസിങ് സ്റ്റെപ്പിൽ തന്നെ. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പല വിങ്ങുകളാക്കി, അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ടു കോർഡിനേറ്റ് ദീസ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ആ ഒരു സംരംഭം, അല്ലെങ്കിൽ ആ കോളേജ് അത് സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഓർഗനൈസിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ നെക്സ്റ്റ് ഫങ്ഷനാണ്, ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിലെ മൂന്നാമത്തെ ഫങ്ഷനാണ് സ്റ്റാഫിങ്. പേരുന്ന് തന്നെ വ്യക്തമാണ്, സ്റ്റാഫ് വേണം. അതിന് ഉള്ള എല്ലാ പ്രോസസ്സുകളും ചെയ്യുന്ന പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എല്ലാ ഇൻഡസ്ട്രികളിലും, ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടോ ഉണ്ടാവാറുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്, സെലക്ടിങ് ആൻഡ് ട്രെയിനിങ് ദ റൈറ്റ് പീപ്പിൾ ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഓക്കെ,
റൈറ്റ് പീപ്പിൾ ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. റിക്രൂട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, ആൻഡ് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് മസ്റ്റാണ് ഒരു ഇൻഡസ്ട്രിയിൽ. അതിൽ കറക്റ്റായിട്ട് റൺ ചെയ്യണമെങ്കിൽ ആണ് അൺസ്കിൽഡ് ലേബേഴ്സിന് ഫുള്ള് ട്രെയിനിങ് കൊടുത്ത് സ്കിൽഡ് ലേബേഴ്സാക്കി മാറ്റണേ അവർക്ക് ട്രെയിനിങ് മസ്റ്റാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയാനുള്ള കാരണം എന്താ? രണ്ടാമത്തെ പോയിന്റിൽ കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയുന്നത് കുറച്ച് പേര് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ലീവ് ചെയ്ത് പോവും. അവർ റിസൈൻ ചെയ്തു വേറെ ഹയർ ജോബ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകും. അപ്പം പുതിയ ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ അഡീഷണൽ ജോബ് ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സ്റ്റാഫിങ്ങിലെ അല്ലെങ്കിൽ ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിന് എപ്പോഴും ഇൻ്റർവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ആളുകൾ റിസൈൻ ചെയ്ത് പോവും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടു മാനേജറിയൽ ഫംഗ്ഷൻ. ഈ മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബാണ് ഈ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ HR ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ ഒരു ഇത് എന്താന്ന് പറഞ്ഞാൽ, കാരണം ഇത് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഓരോവരും ട്രെയിൻ ചെയ്ത് അവരെ സ്കിൽഡ് ലേബേഴ്സാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഈ കമ്പനീൻ്റെ പോളിസി ഇതൊക്കെയാണെന്ന് അവരെ മനസ്സിലാക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ആളുകൾ കൊഴിഞ്ഞു പോകുക, വീണ്ടും ആളുകൾ എടുക്കുക, അവരെയും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആദ്യത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അതേ തന്നെ അടുത്ത സെറ്റ് ഓഫ് ആളുകൾക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മാനേജ്മെൻറ്റിലെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് തന്നെയാണ് ഈ സ്റ്റാഫിംഗ് എന്നുള്ള ഈ ഒരു പൊസിഷൻ. ഇനി അതിലെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സ്റ്റാഫിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. മാൻ പവർ പ്ലാനിങ്. നമ്മളെ ഇൻഡസ്ട്രിയിൽ എത്ര മാൻ പവറിൻ്റെ ആവശ്യമുണ്ട്? ഇപ്പോൾ 10 ആളുള്ള ഇൻഡസ്ട്രിയിലേക്ക് 10 ആളെ മതി. അത് 9 ആളെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 ആളെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ലോഡ് കൂടും. ഇനി അവിടെ 12 ആളെടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് 2 ആളുകളുടെ വർക്ക് ഇല്ലാതെയാവും. അപ്പോൾ കറക്റ്റായിട്ട് മാൻ പവർ എത്ര ആളുകൾ വേണം ഓരോ ഇതിലേക്ക് മൊത്തമായിട്ടും അല്ലാതെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്ര ആളെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. രണ്ടാമത്തത് റിക്രൂട്ട്മെൻറ്റ്. ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം? ഫ്രഷേഴ്സിന് എടുക്കണോ? അതൊക്കെ നമ്മളെ ആണ് അതിൻ്റെ ക്രൈറ്റീരിയ തീരുമാനിക്കുന്നത്. ഇൻ്റർവ്യൂ വേണോ, റിട്ടേൺ എക്സാം വേണോ, സ്കിൽ ടെസ്റ്റ് നടത്തണോ, പിന്നെ സെലക്ഷൻ. അതായത് ഈ പ്രോസസ്സിൽ വരുന്നതാണ് സെലക്ഷൻ. എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ട്രെയിനിങ് ഓഫ് മാൻ പവർ, ട്രെയിനിങ് കൊടുക്കണം. മൂന്നാമത്തെ പ്ലേസ്മെൻറ്റ് ഓഫ് മാൻ പവർ ഇൻ റിക്വസിറ്റ് പൊസിഷൻ. അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് അവരെ വെക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്കിൽഡ് ലേബറിനെ അപ്പോൾ ഒരു നമ്മളെ ലെയ്ത്തിലുള്ള ഒരു വെൽഡിങ്ങിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളെ വെൽഡിങ്ങിൽ തന്നെ വെക്കണം. അയാളെ കൊണ്ടുപോയി ഫിറ്റിങ്ങിൽ ഇടരുത്. ഓക്കെ, എന്നാൽ കറക്റ്റ് പൊസിഷനിൽ അയാളെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. ഇപ്പോൾ അക്കൗണ്ടിങ് അറിയാത്ത ഒരാളെ കൊണ്ടുപോയി അക്കൗണ്ട്സിൽ കൊണ്ടുപോയി ഇരുത്തരുത്. അത് ആ ഇൻഡസ്ട്രിയെ നഷ്ടത്തിലാക്കും. അപ്പോൾ അതാണ് കറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിരിക്കണം. നാലാമത്തെ പോയിൻ്റ് ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ ആൻഡ് അപ്രൈസൽ ഓഫ് മാൻ പവർ. ഡെവലപ്മെൻറ്റ് സ്റ്റാഫിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാഫിങ്ങിന് ഡെവലപ്മെൻറ്റ് വേണം, അവർക്ക് പുരോഗതി കൊടുക്കണം. പ്രൊമോഷൻ, അവർക്ക് ആവശ്യമായ എക്സ്പീരിയൻസിൻ്റെ ബേസിലോ അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. പിന്നെ ട്രാൻസ്ഫർ ആൻഡ് അപ്രൈസൽ ഓഫ് മാൻ പവർ, അവരെ വിലയിരുത്തണം. അപ്രൈസൽ പല ഇതിലും മന്ത്ലി ഫോമുകളൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ഡിറ്റർമിനേഷൻ ഓഫ് എംപ്ലോയി റെമ്യൂണറേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്. അവർക്ക് കറക്റ്റായിട്ടുള്ള വർക്കേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കണം, ഇൻസെൻറ്റീവും കൊടുക്കണം. അവരെ വർക്ക് അല്ലെങ്കിൽ റെമ്യൂണറേഷന് ഒപ്പം ഇൻസെൻറ്റീവും കൂടെ കൊടുത്ത് അവരെ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് കൂടെ നിർത്തണം. ഡയറക്റ്റിംഗ്, നാലാമത്തെ ഫങ്ഷനാണ് ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ്? പേര് തന്നെ വ്യക്തമാണ്. കാരണം ഒരു കമ്പനിക്ക് ആ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് എങ്ങനെ കൊടുക്കണം, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ് ഈസ് ഗൈഡഡ് ടുവേർഡ്സ് എ കോമൺ ഗോൾസ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു പൊതു അല്ലെങ്കിൽ ആ ഒരു കോമൺ ഇതുണ്ടാവും, അതിൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് ഈ ഹയർ അതോറിറ്റി മാനേജർ അതിൻ്റെ സബോർഡിനേറ്റ്സിന് സൂപ്പർവൈസറിലൂടെ അങ്ങനെ കറക്റ്റ് നമ്മൾ കഴിഞ്ഞ ഇതിൽ മാനേജ്മെൻറ്റിൻ്റെ ഹെൻറി ഫോയലിൻ്റെയും ടൈലറിൻ്റെയും ഇത് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. കറക്റ്റ് ഓർഡറിലൂടെ, ഹയറാർക്കി ഓർഡറിലൂടെ താഴെത്തട്ടിലേക്ക് കാര്യങ്ങൾ എത്തണം. അപ്പോൾ ഡയറക്റ്റിങ്ങിന് സബോർഡിനേറ്റ്സിന് കാര്യങ്ങൾ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും താഴെക്കിടയിലേക്ക് എത്തണം. അതാണ് അതിൽ ഡയറക്റ്റിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇഷ്യൂയിങ് ദ ഓർഡേഴ്സ്
ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സബോർഡിനേറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഗൈഡിങ് ആൻഡ് ടീച്ചിങ് ദ സബോർഡിനേറ്റ്സ് ഇൻ ദ പ്രോപ്പർ മെത്തേഡ് ഓഫ് ഡൂയിങ് വർക്ക്. അവരെ ഗൈഡ് ചെയ്യണം, അതുപോലെ ടീച്ച് ചെയ്യണം സബോർഡിനേറ്റ്സിനെ. അതിലെ കറക്റ്റ് പ്രോപ്പർ മെത്തേഡ് ഓഫ് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഗൈഡ് ചെയ്യണം, ടീച്ച് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് സൂപ്പർവൈസിങ് ദ സബോർഡിനേറ്റ്സ് ടു എൻഷ്യൂർ ദീസ് വർക്ക് ടു കൺഫോം ടു ദ പ്ലാൻസ്. കറക്റ്റ് സൂപ്പർവിഷൻ നടക്കണം. എന്നാൽ മാത്രമേ ഇനി ഡയറക്റ്റിങ്ങിലെ എലമെൻറ്റ്സ് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് അതിൽ വരുന്നത്. മെയിനായിട്ട് വരുന്ന 4 എലമെൻറ്റ്സ്. ലീഡർഷിപ്പ്. ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് ലീഡർഷിപ്പ്. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് മാനേജറായിട്ട് ഇരിക്കേണ്ടത്. എന്നാലാണ് ആ ആൾ മാക്സിമം എല്ലാവരുമായിട്ടും കോപ്പറേറ്റ് ചെയ്ത് ആ ഇൻഡസ്ട്രിയുടെ ടാർഗറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഗോളിലേക്ക് നയിക്കുള്ളൂ. അയാൾക്ക് ആ ലീഡർഷിപ്പ് സ്കില്ല് വെച്ച് അയാളത് അതിനെ കറക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു മാനേജർ അയാളെ സബോർഡിനേറ്റ്സിൻ്റെ താഴെക്കടയിലേക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു കാര്യം അയാൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. അയാളെ തൊട്ട് താഴെയുള്ള ആളുകളോടും അത് താഴേക്കിടയിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഇയാൾ നിർദ്ദേശം കൊടുക്കും. കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടത്തിയിരിക്കണം ഇതാവണം. പിന്നെ മോട്ടിവേഷൻ. താഴെയുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന മോട്ടിവേഷൻ കൊടുക്കണം. കാരണം നമ്മളൊരു എംപ്ലോയി ഒരു പുതിയ കാര്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അയാൾ ചെയ്ത വർക്കിന് ഒരു അപ്രീസിയേഷൻ കൊടുക്കണം. അയാളെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ ഒരിക്കലും ഒഴിവാക്കുകയല്ല ചെയ്യണം. അയാളെ പറ്റുമെങ്കിൽ കൂടെ നിർത്തുക, അതിന് മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ സൂപ്പർവിഷൻ കറക്റ്റായിട്ട് നടക്കണം. സൂപ്പർവിഷനിൽ വരുന്ന 2 പോയിന്റുകളാണ് ടു എൻഷ്യൂർ ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ ആസ് പെർ പ്ലാൻ എസ്റ്റാബ്ലിഷ്. നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് പോകുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് സൂപ്പർവിഷൻ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് ദ വർക്കേഴ്സ് ആർ ഡൂയിങ് ആസ് ദേ വേർ ഡയറക്റ്റഡ് ടു ഡു. കറക്റ്റ് വർക്കേഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവിഷൻ ചെയ്യണം. ഓക്കെ. ഇനി 5ാമത്തെ പോയിൻ്റാണ് കൺട്രോളിങ്. നമ്മളിപ്പോൾ ഡയറക്റ്റിങ് കഴിഞ്ഞു, ഇനി കൺട്രോളിങ്ങിലെത്തി. എന്താണ് കൺട്രോളിങ്? ഇതിലൊക്കെ നമ്മുടെ ഹയർ അതോറിറ്റിക്ക് ഒരു കൺട്രോൾ വേണം, ഒരു നിയന്ത്രണം വേണം. നമ്മളിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചു അല്ലെങ്കിൽ ഓരോ വിങ്ങുകളായിട്ട് തിരിച്ചു. അപ്പോഴൊക്കെ അതിലൊക്കെ ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡുകളെല്ലാവരും കൂടെ ഒരു മേലുള്ളൊരു മാനേജർ ശരിക്കും കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇത് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് മെഷേഴ്സ് ദ കറൻറ്റ് പെർഫോമൻസ് ആൻഡ് ഗൈഡ്സ് ഇറ്റ് ടുവേർഡ്സ് സം പ്രീ ഡിറ്റർമിൻഡ് ഗോൾ. നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ അതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോ തവണയും ഇത് നോക്കണം. അപ്പോൾ ഈ കൺട്രോളിങ്ങിൻ്റെ ഇത് പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഫ്ലോപ്പിലേക്ക് പോകും. അതില്ലാതിരിക്കാനാണ് കൺട്രോളിങ് എന്നുള്ള ഇത് മാനേജ്മെൻറ്റിൻ്റെ മസ്റ്റ് പോയിൻ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇറ്റ് ഈസ് ദ നെസസറി ഇൻ ഓർഡർ ടു എൻഷ്യൂർ ദ എവറിത്തിങ് ഈസ് ക്യാരിഡ് ഔട്ട് ആസ് പെർ പ്ലാൻ അനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ കൺട്രോളിങ് എന്ന് പറഞ്ഞ ഇത് നെസസറി ആണ്. കൺട്രോളിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് മെഷേഴ്സ് ദ പ്രോഗ്രസ് ഓഫ് ഓപ്പറേഷൻ, കമ്പയർസ് ഓർ വെരിഫൈ ദർ കൺഫോമിറ്റി വിത്ത് ദ പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ ആൻഡ് ടേക്ക് എ കറക്റ്റീവ് ആക്ഷൻ ഇഫ് റിക്വയർഡ്. എന്തെങ്കിലും ഇപ്പം നമ്മൾ ഒരു ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് എവിടെ എത്തി അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ കമ്പയർ ചെയ്യണം. അതിൻ്റെ കറക്റ്റ് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് പ്ലാനായിട്ട് നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, നമ്മളെ പ്ലാൻ അനുസരിച്ച് ആസ് പെർ പ്ലാൻ അനുസരിച്ച് അവിടെ എത്തിയിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ളൊക്കെ ഈ കൺട്രോളിംഗ് എന്നുള്ള സെക്ഷൻ എന്നാണ്. അതിൽ കൺട്രോളിങ്ങിലെ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? എസ്റ്റാബ്ലിഷിങ് എ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. നമ്മളെ പെർഫോമൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിരിക്കണം. നമ്മളെ ഒരു ക്വാളിറ്റിയുടെ കേസിലിപ്പോൾ എന്താണ് ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് വേണം. ഇപ്പോൾ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇഷ്ടം പോലെ ഇത് വരുന്നത് ക്വാളിറ്റി കൺട്രോൾ വരും, കോസ്റ്റ് കൺട്രോൾ വരും, ഇൻവെൻട്രി കൺട്രോൾ വരും, പ്രൊഡക്ഷൻ കൺട്രോൾ വരും, പേഴ്സണൽ കൺട്രോൾ വരും. ഇതെല്ലാം കൺട്രോളിൽ വരുന്ന പോയിൻറ്റ്സുകളാണ്. അപ്പോൾ ഈ കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. ആ സ്റ്റാൻഡേർഡായിട്ട്
നമ്മൾ ടച്ച് ചെയ്യണ്ടോയെന്നാണ് അടുത്ത് ചെക്ക് ചെയ്യണം. മെഷറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ എൻ്റർപ്രൈസ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എന്താണെന്ന് നോക്കുക. നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മളെ കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ നമ്മളെ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് അളന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തു. കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് സെറ്റ്. അപ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ നോക്കുക. ഫൈൻഡിങ് ദ ഡീവിയേഷൻസ് ഇഫ് എനി, എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറ്റിയ പിഴവുകൾ. അപ്പോൾ ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ഇഫ് റിക്വയർഡ്, ആവശ്യമാണെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ല, എന്താണ് നമുക്ക് പാകപ്പിഴ പറ്റിയത്, അത് തിരുത്തുക. കറക്റ്റീവ് ആക്ഷൻ ഇഫ് റിക്വയർഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ഫങ്ഷനാണ് ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ഡിസിഷൻ. ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കണം ഡിസിഷൻ മേക്കിംഗ്, കറക്റ്റ് അയാൾ തീരുമാനം എടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അത് എങ്ങനത്തെ വെറുതെ ഒരു ഏകപക്ഷീയമായ തീരുമാനമല്ല. അയാൾക്ക് കുറേ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. എ ഡിസിഷൻ റെപ്രസെൻറ്റ്സ് എ കോഴ്സ് ഓഫ് ബിഹേവിയർ ചൂസൺ ഫ്രം എ നമ്പർ ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ്. പോസിബിൾ എന്നാൽ ഇഷ്ടംപോലെ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് വന്നിട്ടുണ്ട്. ആ ആൾട്ടർനേറ്റീവ് സൊല്യൂഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. ഇറ്റ് നീഡ്സ് ബോത്ത് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇമാജിനേഷൻ. കാരണം ഇത് നമ്മൾ തീരുമാനം എടുക്കുന്ന ജഡ്ജ്മെൻറ്റ് ഒരു വിധിയാണ്, അതോടെ നമ്മൾ ഇമാജിൻ ചെയ്യണം ഇത് എടുത്തു കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഫെയിൽ ആവില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയാണ്. ഇൻവോൾവ്സ് 2 or more ആൾട്ടർനേറ്റീവ്. ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒറ്റ ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ അവിടെ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് നടപ്പിലാക്കുക. അത് തന്നെ. സംടൈംസ് ഈവൻ എ വൈസ് ഡിസിഷൻ മേ റിസൾട്ട് ഇൻ ഫെയിലർ ഡ്യൂ ടു ദ അൺഫോർസീൻ റീസൺ വിച്ച് ആർ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ കൺട്രോൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ശരിയായൊരു ഡിസിഷൻ എടുത്ത് നോക്കുക, പക്ഷേ അത് ചിലപ്പം ഫെയിലിയർ ആവും. അത് നമ്മുടെ കാരണം ഡ്യൂ ടു അൺഫോർസീൻ റീസൺ വിച്ച് ആർ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ കൺട്രോൾ. ഇപ്പോൾ നമ്മളെ ബെസ്റ്റ് എക്സാമ്പിളാണ് കോവിഡ്. എല്ലാം ബിസിനസ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, എല്ലാം താളം തെറ്റി. അന്ന് നമ്മുടെ കൺട്രോളിലല്ല. നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ നമുക്ക് പുതിയ സെമസ്റ്റർ തുടങ്ങാം, ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ച തീരുമാനങ്ങളായിരുന്നു. പക്ഷേ എല്ലാം നല്ല തീരുമാനമായിരുന്നു, അതെല്ലാം വൈസ് ഡിസിഷൻ ആയിരുന്നു. മേ റിസൾട്ട് ഫെയിലർ ഡ്യൂ ടു, പക്ഷേ അതെല്ലാം ഇപ്പോൾ ഒരു ഓൺലൈൻ ഇതിലേക്ക് ഫെയിലിയറായി. കാരണം അതിൻ്റെ കാരണം നമ്മളല്ല, ആ ഡിസിഷൻ എടുത്ത് തെറ്റല്ല, പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്തു. അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മൾ അപ്പോഴേക്ക് കണ്ടെത്തി, ഓൺലൈൻ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ one should be the through the past, think of present and plan for the future with the available past information. ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേയുള്ള ആ ഇൻഡസ്ട്രിയിൽ മുന്നേ നടന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങളായിട്ട് ബന്ധമുണ്ടോയെന്ന് പാസ്റ്റ് ശരിക്കും അതിലൂടെ നമ്മൾ പോയിരിക്കണം. പിന്നെ തിങ്ക് ഓഫ് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കിയിരിക്കണം. ആൻഡ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, ഈ 3 കാര്യങ്ങളും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഈ 3 കാലത്തേക്കും സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അതിലെ സ്റ്റെപ്സുകൾ. ഡിഫൈനിങ് ദ പ്രോബ്ലം. എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നിർവചിക്കണം. എന്നിട്ട് അനലൈസിങ് ദ പ്രോബ്ലം, അതിനെ വിലയിരുത്തണം. ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് വിലയിരുത്തണം. ഡെവലപ്പിംഗ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, നമ്മൾ അതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മൾ നിർമ്മിക്കണം. ഡിസൈഡിങ് അപ്പോൺ ദ ബെസ്റ്റ് സൊല്യൂഷൻ, നമ്മൾ എടുക്കുന്ന തീരുമാനം അത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കണം. നെക്സ്റ്റ്, കൺവേർട്ടിംഗ് ദ ഡിസിഷൻ ഇൻ ടു എഫക്റ്റീവ് ആക്ഷൻ. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. എഫക്റ്റീവ് ആക്ഷൻ, കൺവേർട്ടിംഗ് ദ ഡിസിഷൻ ഇൻ ടു എഫക്റ്റീവ് ആക്ഷൻ, അത് കറക്റ്റായിട്ട്
പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അത് പ്രായോഗികമാണ്, ഫീസിബിൾ ആകണം, അത് പ്രായോഗികമാക്കണം. ഇംപ്ലിമെൻറ്റിങ് ആൻഡ് വെരിഫൈയിങ് ദ ഡിസിഷൻ. നമ്മളത് നേരത്തെ പറഞ്ഞ ഇംപ്ലിമെൻറ്റിങ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് പ്രായോഗികമാക്കണം. ആൻഡ് വെരിഫൈയിങ് ദ ഡിസിഷൻ, നമ്മളെടുത്ത ഡിസിഷൻ ഒന്നും കൂടെ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.